ഹരിക്കൂട്ടാ, എന്താ ഈ കാട്ടണത്? കുറച്ച് കാശ് വേണം. ഒരു ജോലി കിട്ടുന്നവരെ പട്ടിണി കിടക്കാൻ പറ്റില്ല. ഹരി, നീ എങ്ങോട്ടും പോണില്ല. തടയണ്ട, ഞാൻ തീരുമാനിച്ചു. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. നിന്റെ അച്ഛൻ പറഞ്ഞ യോഗ്യതകൾ നേടിക്കഴിയുമ്പോ അമ്മാവനോട് പറഞ്ഞേക്ക് ഈ പൈസക്ക് കണക്ക് വെച്ചോളാം. പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം. എന്നാലും അത്രയും പറയണ്ടായിരുന്നു. ഒന്നുമില്ലേലും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. എല്ലാം പറഞ്ഞതുപോലെ ഒരു തെളിവ് അവശേഷിപ്പിക്കരുത്. ഇന്ന് തന്നെ തീർക്കണം നായിന്റെ മോനെ. എന്നാ ശരി. നാണു, താൻ വെളുപ്പിന് എഴുന്നേറ്റ് പോര്. വെള്ളം തിരിക്കാൻ അനി വന്നോളൂ. വേണ്ട, ഞാൻ ചെയ്തോളാം. നാളെ കടയിൽ പോകാനുള്ളതല്ലേ അനിക്കുട്ടന്. 100 ആയുസ അനിക്കുട്ടന്. എന്താടാ, എന്തു പറ്റി? ഹരി പോയി. പോവേ? എങ്ങിട്ട്? അറിയില്ല, ഇനി വരില്ല. എന്തിനാണ് അച്ഛ എല്ലാരും ഇങ്ങനെ വേദനിപ്പിക്കണേ? അതുകൊണ്ട് എന്ത് സുഖം അച്ഛനെ കിട്ടണേ? ഇനി ഇതെല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തം മക്കൾക്ക് തരാനാണ് മോഹമെങ്കിൽ അച്ഛനെ തെറ്റി. ഹരിക്ക് അവകാശപ്പെട്ട ഒരു പിടി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട. നീയും അച്ഛൻ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? നിന്റെ അച്ഛൻ ആരെയും ചതിച്ചിട്ടില്ല. ഗോവിന്ദൻകുട്ടി പറയുന്നത് പോലെ എന്റെ കയ്യിൽ ഒരു പവർ ഓഫ് അറ്റോർണി ഇല്ല. ഈ കാണുന്നതെല്ലാം ഹരിയുടെയാണ്. ഞാൻ വെറും കാവൽപ്പട്ടി. അവൻ നന്നാവാൻ വേണ്ടി മാത്രമേ ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുള്ളൂ. ഈ കാണുന്നതൊക്കെ അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതൊന്നും അന്യാധീനപ്പെട്ടു പോകരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ അച്ചു, അവള് ഹരിക്കുള്ളതാ. അത് ഹരിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഞാൻ കൊടുത്ത വാക്കാ. മണ്ണ് വിറ്റ് എത്ര നാൾ ജീവിക്കാൻ പറ്റും? അവനൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. അത്രയേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവനിൽ ആ വാശി ഉണ്ടാക്കാനാ ഞാൻ ഓരോന്ന് പറയുന്നത്. നീ വിഷമിക്കണ്ടടാ, അവൻ എവിടെ പോവാനാ? ഞാൻ വിളിച്ച അവൻ വരും. നീയും അവനും എനിക്കും ഒരുപോലെയല്ലേ? വീട്ടിലേക്ക് ചെല്ല്. അവിടെ അമ്മ അച്ഛൻ ഒറ്റയ്ക്കാ, അവര് പേടിക്കും. പൊയ്ക്കോ, ഞാൻ ഹരിയെ വിളിച്ചുകൊണ്ട് വരാം. പൊയ്ക്കോ. ഹരി, എടാ അവിടെ നിൽക്കാൻ. നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടാ അവിടെ നിൽക്കാൻ. ഹരി, എടാ എടാ നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? എടാ വേണ്ട, ഞാൻ പറഞ്ഞ അനുസരിക്കില്ല നീ. എടാ ഞാൻ പറയുന്നത് കേൾക്കാൻ. ഇനി ഇതേപോലെ ഒരു അവസരം കിട്ടില്ല. ഒരുമിച്ച് തീർത്ത് കളയണം രണ്ടിനെയും. സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ കൊന്നുകളഞ്ഞല്ലടാ. വെട്ടിക്കൊല്ലടാ ഈ നായിന്റെ മോനെ. ഹരിയെ പിന്നെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അത് ശരി. അപ്പൊ താൻ അച്ഛനെ കൊന്നോട് പ്രതികാരം ചെയ്യാൻ പേനാക്കത്തിയിട്ട് ഇറങ്ങിയിരിക്കുക? എന്ത് പ്രതികാരം? കൊന്നു എന്നത് ഹരിയുടെ തോന്നൽ മാത്രമായിരുന്നു. ഞങ്ങളുടെ എല്ലാം ജീവിതം ഇരട്ടിലാക്കിയ ഹരിയുടെ മാത്രം വിശ്വാസം. സത്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ തൃക്കണ്ണ് തുറന്നത് ഈശ്വരൻ തന്നെയാണ്.
സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ കൊന്നുകളഞ്ഞല്ലടാ. 7 വർഷങ്ങൾ പോലീസ്, കോടതി, വില കൊടുത്ത് അനന്തൻ മായിച്ചു കളഞ്ഞ തെളിവുകൾ കൊണ്ട് കേസിൽ അവർ ജയിച്ചു. ഇതിനിടയിൽ ഹരിയെ തേടാത്ത സ്ഥലങ്ങളില്ല, തിരയാത്ത മുഖങ്ങളും. ഇനി വെറും 3 മാസം. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഹരിയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ജീവിതം കൊണ്ട് എൻ്റെ അച്ഛൻ കാവലിൽ നിന്ന് ഹരിയുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടമാവും. ഹരിയുടെ ഒരു തരി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ അച്ഛൻ പറഞ്ഞ യോഗ്യതകളുമായി എന്തെങ്കിലും തിരിച്ചെത്തുന്ന ഹരിയേയും കാത്ത് ഒരു പെങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. അവൾക്ക് അവനെ വേണം, എനിക്കും. നീ പറയുന്നൊക്കെ സത്യമായിരിക്കും, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന ഹരിയല്ല ഹരീന്ദർ സിംഗ്. അതെ, മലയാളം പറയുമെങ്കിലും അയാൾ ഒരു സിഖുകാരനാണ്. അച്ഛൻ, അമ്മ, 4 സഹോദരിമാർ. ഹരീന്ദ്രൻ ഒരു വലിയ കുടുംബമുണ്ട്. അയാൾ ജീവിക്കുന്നതിന് അവർക്ക് വേണ്ടിട്ടാ. പിന്നെ ആകെ ഒരു കുഴപ്പം, പെങ്ങന്മാരാരെങ്കിലും ഒന്ന് നോക്കിന്ന് പറഞ്ഞാ മതി. वो देख नीतू, पागल किशन खड़ा है वहाँ पे। कितनी सोहनी कुड़ी आ रही है। देखा, अगर आज वो मेरे साथ मस्करी करेगा ना, कसम से मैं वो कुत्ते को जूते से मारूंगी। ओ मेरी चम्मक छल्लो, किथे चलिए? 1 मिनट जरा गल तो सुन ले। आज तो फैसला करके ही जाना है। तेरी माँ बहन को जाकर बोल, फैसला वो करेंगे। ओए, बहन दी, हैं? बहुत चर्बी चढ़ी है। छोड़ मुझे, हाथ छोड़। नहीं छोड़ा तो बहुत इंतजार करा है तूने, हुन तेनू नहीं छड़ना। ओए आजा मेरे नाल खेत में। छोड़ ना साले। चले